നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാം. 1766 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഹൈഡ്രോജീനസ് എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹെൻറി കാവൻഡിഷ് ഇതിനെ കത്തുന്ന വായു, ഇൻഫ്ലേമബിൾ എയർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് ഹൈഡ്രജന്റെ മറ്റു വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആയിട്ടുള്ള ഒരു മൂലകമാണ്. 1 ആണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഹൈഡ്രജന്റെ. അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഹൈഡ്രജൻ. സൂര്യനിലും നക്ഷത്രത്തിലൊക്കെ മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലെയും പൊതു ഘടകമാണ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകമാണ്. അത് കത്തുന്നത് കൊണ്ട് തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അതിനെ കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടാണ് ഹൈഡ്രജൻ. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത്, ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലിയാണ്. ലാവോസിയാണ് ആ പേര് നിർദ്ദേശിച്ചത്. 1644 ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്സിജന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ എല്ലാം ഉപയോഗിക്കുന്നതാണ്. ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനമാണ് ജ്വലനം. കത്താൻ സഹായിക്കുന്നതാണ് ഓക്സിജൻ, അല്ലേ? ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന ഇതാണ് ഓക്സിജൻ. അതുപോലെ ക്ലോറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ച് ഉണ്ടാകുകയും അതിൽ ഓസോൺ വിഘടിച്ചാണ് ഓക്സിജനായി മാറാൻ സഹായിക്കുന്നത്. അപ്പം ക്ലോറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ക്ലോറിനാണ്. ഓസോണിനെ വിഘടിച്ചാണ് എന്ത് ചെയ്യുന്നത്? ക്ലോറിനാണ് അത് ഹെൽപ്പ് ചെയ്ത് ഓക്സിജൻ രൂപം കൊള്ളുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ പുറത്തുവിടുന്നതും ഓക്സിജനാണ്. ഇത്രയാണ് പ്രധാനമായിട്ട് ഓക്സിജനും പറയാൻ പറ്റുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ പോയിന്റ് ഒരിക്കൽ കൂടെ പറയാം. ഭാവിയുടെ ഇന്ധനം, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം, ഹൈഡ്രജൻ ബലൂണുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അറ്റോമിക് നമ്പർ മാസ് നമ്പർ സെയിം ആണ്. സ്വയം കത്തുന്നത്, കലോറിക മൂല്യം കൂടിയ ഇന്ധനം, സൂര്യനിലും നക്ഷത്രത്തിലും പ്രധാനപ്പെട്ട ഘടകമാണ് ഹൈഡ്രജൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്.